രശ്മി, ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP റൂറൽ SP സുദർശൻ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെയാണ് ഉള്ളത്. ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്താണ് ഉള്ളത്. ഇവിടെ റൂറൽ SP സുദർശൻ അടക്കം ഇവിടെ എത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി കൃത്യമായി പരിശോധന നടത്തി. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരു ബൈക്കാണ്. ഏറ്റവും പുതുതായി നമുക്ക് പറയാനുള്ള വിവരവും അതുതന്നെയാണ്. ഈ ബൈക്ക് ഈ പ്രതിയുടേതാണ്. ഈ ബൈക്കിലാണ് ഈ പെൺകുട്ടിയുമായി എത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ എത്തിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് സമീപത്തുള്ള കടയിൽ നിന്ന് ഇവർ പുറത്തു പോയി മന്തി അടക്കം കഴിച്ചിരുന്നു. അത് കഴിച്ചതിന് ശേഷമാണ് വീണ്ടും ഇവിടേക്ക് തിരികെ എത്തിയത്. ആ ബൈക്കാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരു റിപ്പർ മോഡൽ കൊലപാതകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രമാത്രം അതിക്രൂരമായിട്ടൊരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്ന ആയുധമടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ സഹോദരൻ അനിയനെ കൊലപ്പെടുത്തി. ഒപ്പം തന്നെ ജ്യേഷ്ഠന്റെ ഉപ്പയുടെ സഹോദരന്റെ ഭാര്യ 88 വയസ്സുള്ള ഉപ്പയുടെ ഉമ്മ, ഇവർ ഇത്രയും പേരെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി എത്തിയതിനു ശേഷം താൻ ഇത്തരത്തിൽ 6 പേരെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വിവരം പോലീസിന് കൈമാറുന്നത്. പോലീസ് വലിയ ഞെട്ടലോടുകൂടിയായിരുന്നു ഈ വാർത്ത കേട്ടത്. അതിനുശേഷം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തി. പാങ്ങോടാണെങ്കിലും SN പുരത്താണെങ്കിലും ഇവിടെയാണെങ്കിലും അന്വേഷണം നടത്തി. അന്വേഷണത്തിനൊടുവിലാണ് ഈ 5 പേരുടെ മരണവും സ്ഥിരീകരിക്കുന്നത്. പ്രതിയുടെ മൊഴിയിൽ പലതരത്തിൽ പ്രതി മൊഴി മാറ്റി പറയുന്നുണ്ട്. ആദ്യം പറയുന്നൊരു കാര്യം, തനിക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യതയുണ്ട്, 75 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, കുടുംബമടക്കം നേരത്തെ ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പെൺകുട്ടിയുമായി വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ തർക്കമുണ്ടാവുകയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രതി പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷേ പോലീസ് പറയുന്നത് രാവിലെ 10-നും 6-നും ഇടയിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നുള്ളതാണ്. അതായത് ആദ്യം എത്തി ഈ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് മറ്റു 2 പേരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഇവിടെ എത്തി ഇവരെ കൊലപ്പെടുത്തുന്നു. അതിനിടയിൽ ഈ ബൈക്കുമായി പുറത്തുപോയി പെൺകുട്ടിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഈ ഒരു എന്തെങ്കിലും തരത്തിലൊരു മാനസിക പ്രശ്നമുള്ള ഒരാളെ പോലെ ആണ് ഈ ഒരു പ്രതി പെരുമാറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചൊക്കെ ഇനി കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ വിഷം കഴിച്ചിരുന്നു എന്നുള്ളതാണ് പ്രതി പറഞ്ഞൊരു കാര്യം. പക്ഷെ അന്നേരം ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും പ്രകടമായിരുന്നില്ല. പിന്നീട് വിശദമായി തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമാവുകയും തുടർന്ന് വിഷം കഴിച്ചെന്ന് മനസ്സിലാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇന്ന് ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുക. ഏതായാലും നാടിനെ നടുക്കിയ ക്രൂരമായിട്ടൊരു കൊലപാതകങ്ങളാണ് ഈ പ്രതി നടത്തിയിരുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, ആ പയ്യൻ സ്വന്തം ഉമ്മയെയും ഉമ്മുമ്മയും അടക്കം എല്ലാവരെയും, ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും, അതും അതിക്രൂരമായി നെറ്റിയിലടക്കം ആഴത്തിലുള്ള മുറിവുകൾ കണ്ടു എന്നുള്ളതാണ് അവിടെ എത്തി ഈ മെഡിക്കൽ കോളേജിലടക്കം ഇവരെ കണ്ടവർ നേരിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഏതായാലും അതിക്രൂരമായൊരു കൊലപാതകമാണ്, നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. റൂറൽ SP സുദർശൻ അടക്കമുള്ളവരാണ് ഈ സംഭവസ്ഥലം സന്ദർശിച്ചിപ്പോൾ മടങ്ങിയിരിക്കുന്നത്.